സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. 7 ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. അലക്സ്, ഗുഡ് ഈവനിംഗ്. കുറച്ച് ദിവസം മുമ്പ് തന്നെ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇനി കുറേ ദിവസം ഒരു മൺസൂണിന്റെ ഒരു ഫസ്റ്റ് സ്പെല്ലാണ്, മഴ കനക്കും എന്നത്. ഇപ്പോൾ ഏതൊക്കെ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്? മറ്റ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ്? ക്രിസ്റ്റിന, ഈ ദിവസങ്ങളിൽ കാലവർഷം സജീവമാകും എന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് കൊങ്കൺ തീരത്തിനു സമീപം മധ്യകിഴക്കൻ അറബിക്കടലിന് മുകളിലായി ചക്രവാത ചുഴി നിലനിന്നു. കിഴക്ക് പടിഞ്ഞാറ് ന്യൂനമർദ്ദപാത്തി കർണാടക തീരം മുതൽ ആന്ധ്രാപ്രദേശ് തീരം വരെ സ്ഥിതി ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ സ്വാധീനമാണ് സംസ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ കാലവർഷം ശക്തിപ്പെടാൻ കാരണമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. അടുത്ത 3 ദിവസം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്ന് പ്രവചിക്കുന്നുണ്ട്. അതേസമയം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയും പ്രവചിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്നും നാളെയും 14 ജില്ലകളിലും മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും അതിശക്തമായ മഴ തുടരാൻ സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതായത് അതിശക്തമായ മഴ 7 ജില്ലകളിൽ ഇന്നുണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 11 മുതൽ 20 സെന്റിമീറ്റർ വരെ മഴയ്ക്ക് ഈ ജില്ലകളിൽ സാധ്യതയുണ്ടെന്നാണ് പ്രവചനം. ബാക്കി 7 ജില്ലകളിൽ ഇന്ന് ശക്തമായ മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെയും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഓറഞ്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട കാര്യം, മലയോര മേഖലയിൽ മഴ കനക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നു. അത് തെക്കൻ കേരളത്തിലാണെങ്കിലും മധ്യ കേരളത്തിലാണെങ്കിലും വടക്കൻ കേരളത്തിലാണെങ്കിലും മലയോര മേഖലയിൽ ജാഗ്രത വേണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നുണ്ട്. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശിക്കുന്നു. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കാരണം കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ഈ ദിവസങ്ങൾ എന്താണെങ്കിലും 3 ദിവസം കൂടി സംസ്ഥാനത്തെ പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടതുണ്ട്. അതിനുശേഷം ഒരുപക്ഷെ കാലവർഷത്തിന് ചെറിയ തോതിൽ കാലവർഷം ദുർബലമായേക്കാനുള്ള സാധ്യതയാണ് പ്രവചിക്കുന്നത്. ശരി, അലക്സ് റാം മുഹമ്മദാണ് തിരുവനന്തപുരത്ത് നിന്നും മഴയുമായി ബന്ധപ്പെട്ട മുന്നറിയിപ്പുകളും ജാഗ്രതാ നിർദ്ദേശങ്ങളും പ്രേക്ഷകരുടെ അറിവിലേക്കായി നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.